ചർച്ച തുടരാം. മധു, ചങ്കെടുപ്പിലാണോ മുന്നണികൾ? തീർച്ചയായും കുത്തക സീറ്റുകളിൽ ഒഴികെ കടുത്ത മത്സരം എല്ലാ സീറ്റുകളിലും പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ആണ് ഈ കഴിഞ്ഞുപോയത് എന്നതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. 100-90 ഒക്കെ അവകാശവാദങ്ങൾ പറഞ്ഞ് വലിയ കോൺഫിഡൻസ് പ്രകടമാക്കുന്നുണ്ടെങ്കിലും എല്ലാ മുന്നണികൾക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അവനവൻ്റെ മണ്ഡലത്തിലടക്കം വലിയ ചങ്കിടിപ്പാണ്. ഇത് നോക്കൂ, ഇപ്പം പയ്യന്നൂർ സീറ്റിൽ CPM-ന്റെ ഭൂരിപക്ഷം എത്രയാ? അവിടെ ഇത്തവണ പാർട്ടി പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്രയാ? പയ്യന്നൂർ സീറ്റിൽ 49,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, എല്ലാം ശരി. പക്ഷേ ഒരു 15,000 വോട്ട്, 20,000 വോട്ട് മാക്സിമമാണ് പാർട്ടി അവിടെ ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. 24,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് തളിപ്പറമ്പ് മണ്ഡലത്തിൽ. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് പാർട്ടി ഔദ്യോഗികമായി വിലയിരുത്തുന്നത്. ഈ വോട്ടുകളൊക്കെ കേഡർ സ്വഭാവമുള്ള വോട്ടുകളാണ്. ഇപ്പോൾ CPM-ന്റെ ഒരു മെമ്പർഷിപ്പിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നറിയാമോ? ഉത്തര കേരളത്തിൽ അത് പാർട്ടി കോട്ടകളാണ്. ഒരു കുടുംബത്തിലെ തന്നെ എല്ലാവരും കടുത്ത പാർട്ടി കുടുംബമായിരിക്കും. എല്ലാവരും പാർട്ടി മെമ്പർമാരാകണം എന്നില്ല. പക്ഷെ ആ വോട്ട് ഒരെണ്ണം മാറിക്കുത്തില്ല എന്ന കാര്യത്തിൽ ഏറ്റവും വലിയ ഉറപ്പുള്ളത് പാർട്ടിക്ക് തന്നെയാണ്. പക്ഷെ തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ആ നിലയ്ക്കായിരിക്കില്ല പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അവിടെ ആവശ്യപ്പെടുന്ന മിക്കവാറും അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥിരം പ്രവർത്തകർക്കൊക്കെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന എല്ലാവർക്കും തന്നെ, അതായത് അതൊരു കമ്പാരിസൺ ആണ് കേട്ടോ, ആ നിലയ്ക്ക് പാർട്ടി മെമ്പർഷിപ്പ് പെട്ടെന്ന് കിട്ടുന്ന സാഹചര്യം ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഉത്തര തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട മെമ്പർഷിപ്പിന്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആ സമീപനം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറച്ച പാർട്ടി വോട്ടുകളിലാണ് പാർട്ടി തന്നെ ഈ തരത്തിലുള്ള ഒരു ഒഴുകിപ്പോക്ക് പ്രതീക്ഷിക്കുന്നത്. തോക്കുമെന്ന് പയ്യന്നൂരിൽ തോക്കും എന്ന് പാർട്ടി വിചാരിക്കുന്നില്ല, തളിപ്പറമ്പിൽ തോക്കും എന്ന് CPM വിചാരിക്കുന്നില്ല. പക്ഷെ പാർട്ടിയുടെ കേഡർ വോട്ടുകളിൽ ഒരു കാലഘട്ടത്തിലും മാറ്റിക്കുത്തിയിട്ടില്ലാത്ത വോട്ടുകളിൽ ഒരു പക്ഷേ ചോർച്ച ഉണ്ടായേക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല. ഇപ്പൊ പേരാവൂര് നോക്കൂ, പേരാവൂര് എല്ലാ കാലത്തും UDF-നൊപ്പം നിൽക്കുന്ന, ഒറ്റത്തവണയോ മറ്റോ ആണ് മാറ്റമുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ ആ കോൺഫിഡൻസ് UDF-നുണ്ടോ? ഇല്ല. അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇത്തവണ സാമുദായിക വോട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. KK ശൈലജ ടീച്ചർ ഒരു വലിയ ശക്തിയായ കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വന്ന് നിൽക്കുന്നു. കേരളത്തിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ പോയി പ്രചാരണം നടത്തുന്നു. KPCC അധ്യക്ഷനാണ്. വയനാട് അടക്കമുള്ള, അല്ലെങ്കിൽ സാധാരണഗതിയിൽ സണ്ണി ജോസഫിന് അദ്ദേഹത്തിൻ്റെ വോട്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന നിലയ്ക്ക് ചിന്തിച്ചാൽ മതി പേരാവൂരിൽ. പക്ഷെ അദ്ദേഹം KPCC അധ്യക്ഷനാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ മുഴുവൻ വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയുള്ള ഒരാളാണ്. K സുധാകരനപ്പുറത്ത് സീറ്റ് നിഷേധം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാലം വലിക്കൽ നിന്നുണ്ടായോ എന്നുള്ള ചർച്ചയുണ്ടായതാണ്. അതും ഇപ്പോൾ ഈ കത്തടക്കം പുറത്തു വരികയും മറ്റും ചെയ്തപ്പോഴുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് അവിടെ മത്സരിക്കുന്ന സമയത്ത് അത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്. നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് പേരാവൂരിലടക്കം ആശങ്കയുണ്ട് കോൺഗ്രസിന്. അപ്പോൾ അങ്ങനെ കുത്തക മണ്ഡലങ്ങളിൽ പോലും ഒരു പക്ഷേ, അല്ലെങ്കിൽ ഉറപ്പ്, ഇപ്പം ധർമ്മടത്ത് മാറ്റമുണ്ടാകും, തളിപ്പറമ്പിൽ മാറ്റമുണ്ടാകും, പയ്യന്നൂരിൽ മാറ്റമുണ്ടാകും എന്ന് വിചാരിക്കാതെ, ഇപ്പോൾ ചെന്നിത്തലയുടെ സീറ്റിൽ മാറ്റമുണ്ടാകും, പുതുപ്പള്ളിയിൽ മാറ്റമുണ്ടാകും, തൃക്കാക്കരയിൽ മാറ്റമുണ്ടാകും എന്ന് കോൺഗ്രസ് വിചാരിക്കാത്തതുപോലെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അമിതമായ കോൺഫിഡൻസോ അമിതമായ ആശങ്കയോ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുകയാണെങ്കിലും കഷ്ടി 75-നും 80-നും ഇടയിലുള്ള സീറ്റ് നേട്ടത്തിലായിരിക്കും അധികാരത്തിലേറൽ എന്ന വിശദീകരണങ്ങളും വിശകലനങ്ങളും വരുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെയാണ്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിറ്റേ ദിവസം 100+ എന്ന ഒരു പ്രഖ്യാപനവുമായി കോൺഗ്രസ് വരുന്നത്. അതിന് ആധികാരികമായ ഒരു കാര്യമായി കോൺഗ്രസ് എടുത്തു പറഞ്ഞത് വർദ്ധിച്ച പോളിംഗ് പെർസെൻറ്റേജ് മാത്രമാണ്. നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടി നോക്കിയിട്ടും, കാരണം ഇപ്പം നോക്കൂ, ബംഗാളിലെ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് പെർസെൻറ്റ് പോയത് എങ്ങോട്ടാണ്? ഒന്നാം ഘട്ടത്തിലെ തമിഴ്നാട്ടിലെ പോളിംഗ് പെർസെൻറ്റേജ് പോയത് എങ്ങോട്ടാണ്? ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ വലിയ അട്ടിമറി ഉണ്ടാകുമെന്നോ പ്രവചിക്കാൻ കഴിയുമോ? ഇല്ല. ഇത് SIR വന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ വോട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വോട്ടർമാർ എത്രയാണ്? ഓരോ മണ്ഡലത്തിലും 30,000 വോട്ടൊക്കെയാണ് മാറി നിൽക്കുന്നത്. ഇപ്പോൾ മഞ്ചേശ്വരം K സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ 2 തവണ നഷ്ടപ്പെട്ടു പോയൊരു മണ്ഡലമാണ്. ഇത്തവണ പക്ഷെ 10,000 വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ആ 10,000 വോട്ട് ആരുടെ വോട്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. ആ 10,000 വോട്ട് ഇപ്പോൾ CPM വോട്ട് SIR-ന് പിന്നാലെ വോട്ട്
കൃത്യമായി ചേർക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് CPM ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസ് ആ തലത്തിൽ ഇപ്പോൾ ലീഗിന്റെ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും ഒക്കെ വലിയ തോതിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെതായ മണ്ഡലങ്ങളിൽ എത്ര ആശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. BJP അത് എത്രത്തോളം, കാരണം SIR എന്ന് പറയുന്നത് BJP എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ള, BJP തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ രാഷ്ട്രീയ തീരുമാനം എന്ന നിലയ്ക്ക് കൂടി വരുന്ന ഒന്നാണ്. അവിടെ നോക്കൂ, BJPക്ക് അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നഷ്ടമുണ്ടാകുമോ എന്നൊരു ചോദ്യം ഉണ്ടാവുകയാണ്. FCRA അതുമായി ബന്ധപ്പെട്ട ചർച്ച ഇവിടെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുകളിലാണ് വന്ന് വീണ് പൊട്ടിയത്. അതുണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണെന്ന് അറിയില്ല. പേരാവൂരിലൊക്കെ അടക്കം അത് വലിയ ഫാക്ടർ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഉണ്ടായി. അതിനിടയ്ക്കാണ് ഈ ഡീൽ ആരോപണങ്ങൾ വന്നത്. വയനാട് വലിയ ചർച്ചയായി വന്നു. ഈ തരത്തിലാണ് ഈ വോട്ട് മുഴുവനും പോൾ ചെയ്യപ്പെട്ടത്. അതായത് ഇപ്പോൾ 2000-ന് ശേഷം കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുകയാണ് എങ്കിൽ CPM-ന് സീറ്റുകൾ വർദ്ധിക്കുകയും കോൺഗ്രസിന് സീറ്റുകൾ കുറയുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. ലീഗിൻ്റെ സീറ്റുകൾ എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല എന്ന് ഉറപ്പുള്ള സീറ്റുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ വളരെ വ്യവസ്ഥാപിതമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു പാറ്റേണിലേക്കാണ് മൂന്നാം ഊഴം എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് CPM പിണറായി വിജയനെ തന്നെ പ്രചാരണം ഏൽപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ആ വിവാദങ്ങൾക്കിടയിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാർ വീണ്ടും വേണമോ എന്നൊരു ചോദ്യമാണ് UDF മുന്നോട്ട് വെച്ചത്. LDF മുന്നോട്ട് വെച്ചത് ഇതുവരെയുള്ള വികസനത്തിന്റെ തുടർച്ച വേണ്ടതില്ലേ എന്നൊരു ചോദ്യമാണ്. അങ്ങനെ ഈ രണ്ടു കാര്യങ്ങൾ തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്നതിനിടയിലാണ് സൈബർ പോര് മുന്നോട്ട് വന്നത്. ഇരുണ്ട കാലം നമുക്ക് ഓർമ്മയുണ്ട്. വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയ്ക്ക്, ഇരുട്ടടി എന്ന നിലയ്ക്കാണ് ആ ഒരു സൈബർ പോരാട്ടത്തിന്റെ ക്യാപ്ഷൻ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനുണ്ടായിരുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന പ്രചാരണം. മുഖ്യമന്ത്രി അതിനിടയിൽ പൊതുപരിപാടികളിലും ഈ പ്രചാരണ പരിപാടികളിലും ഒക്കെ നടത്തിയ ചില പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്പ്രയോഗങ്ങൾ, അദ്ദേഹം ഒരു പാർട്ടി അണിയോട് തന്നെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് വലിയ വിവാദമായി വന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ക്ഷേമ പെൻഷൻ അടക്കം സർക്കാർ കൊടുക്കുന്നു, പക്ഷേ അതൊരു ഔദാര്യം എന്ന നിലയ്ക്കാണ് സർക്കാർ കാണുന്നത്, അവകാശം എന്ന നിലയ്ക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചാരണം നടത്തുകയുണ്ടായി. പിന്നീട് രാഹുൽ ഗാന്ധിയൊക്കെ ഇവിടെ വന്ന് 5 ഗ്യാരണ്ടിയും ഒക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു എന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയത്. പക്ഷെ വയനാട് എന്നൊരൊറ്റ വിഷയത്തിൽ കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിൽ പോകേണ്ടി വന്നു. ആവർത്തിച്ച് ചോദിച്ചു. ഈ 5 കോടിയുടെ കണക്ക് കോൺഗ്രസ് മുന്നോട്ട് വെച്ചല്ലോ, ആ 5 കോടിയുടെ കണക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടായ സമയത്താണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത്രത്തോളം അത് ഡാമേജിങ് ആകുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാത്രം പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആ ഡാമേജ് കൺട്രോൾ കോൺഗ്രസിന് അനുകൂലമായി ഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയുകയുമില്ല. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്ന ഒരിടത്താണ് 7 ദിവസം മാത്രം ബാക്കിയുള്ളത്. കൂട്ടലും കിഴിക്കലും കണക്കുകൂട്ടലും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പുറത്ത് കാണിക്കുന്ന കോൺഫിഡൻസിനപ്പുറത്തേക്ക് വലിയ ആകുലത ഇരു മുന്നണികൾക്കുമുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ട ഒരു പോളിംഗ് പെർസെന്റ് വലിയ ചങ്കിടിപ്പ് അവർക്കുണ്ടാക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് മുഖം രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടാകുന്ന പല വിവാദങ്ങളുണ്ട്. അപ്പോൾ മാറ്റം വരും എന്ന് പറഞ്ഞവർ നടത്തിയ മാറ്റങ്ങൾ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്നൊരു കാര്യം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലടക്കം ചർച്ചയായി. നേമത്തും കഴക്കൂട്ടത്തും ഒക്കെ ഈ വിഷയം ചർച്ചയായി. വട്ടിയൂർക്കാവിൽ ചർച്ചയായി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇന്നിപ്പോൾ നോക്കൂ, ഇന്ന് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ കോൺഗ്രസ് BJPക്കെതിരെ സമരം നടത്തി. BJPയുടെ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റിയിൽ പോയി ചർച്ച നടത്തി. ഈ പുകപടലങ്ങൾ ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് ഈ കരാർ എന്താണ് എന്ന് പറയാൻ ഇവരാരും തയ്യാറാകുന്നില്ല. ജലവിതരണം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, ഭരണഘടനാപരമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായ കാര്യമാണ് എന്നുള്ളതാണ് CPM പറയുന്നത്. പക്ഷേ അതിനൊരു കരാറുണ്ട്. അതിൻ്റെ പ്രൊവൈഡർ എന്ന് പറയുന്നത് കോർപ്പറേഷനാണ്, അത് ജല അതോറിറ്റിയാണെന്നാണ് BJP പറയുന്നത്. ഈ കരാർ എന്താണ് പുറത്തുവിടാത്തത്? ഇങ്ങനെയുള്ള പുകപടലങ്ങളാണ്. അപ്പോൾ BJPക്ക് കോർപ്പറേഷൻ കൊടുത്തപ്പോൾ അവരുടെ ഭരണ മികവ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതിലാണോ വോട്ട് വീണത് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും 4 സീറ്റ് എന്നുള്ളതാണ്, 15 സീറ്റ് എന്ന് നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ പറഞ്ഞു വെച്ചുവെങ്കിലും 4 സീറ്റിലേക്കാണ് അവരുടെ അവസാന ആത്മവിശ്വാസം എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. 7ാമത്തെ ദിവസം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് എന്താണ് എന്ന്. Meet the editors.